അപ്പൊ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് കളറാക്കും. പരിപാടി നിർത്താന്ന് പറഞ്ഞോട്. ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ വിശ്വസിപ്പിച്ച് പൂരം വെടിക്കെട്ട് ഏൽപ്പിച്ച പരിചയസമ്പന്നനായ കരാറുകാരൻ. അയാള് ഇക്കുറി ഏറ്റെടുത്തത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പൂരം വെടിക്കെട്ട് ചുമതല. ഇപ്പോ വൻ സ്ഫോടനമുണ്ടായത് പൂര വെടിക്കെട്ടിലെ അതികായനായ മുണ്ടത്തിക്കോട് സതീശന്റെ വെടിപ്പുരയിൽ നിന്നാണ്. തൃശൂരിനെ വിറപ്പിച്ച സ്ഫോടനത്തിലെ കേരളം നടുങ്ങിയിരിക്കുകയാണ്. തൃശൂർ വെടിക്കെട്ട് അപകടത്തിന് പിന്നിലെ മാധ്യമപ്രവർത്തകരാണോ? അതിസുരക്ഷാ പ്രദേശത്ത് മാധ്യമപ്രവർത്തകർ എങ്ങനെ കയറി? ഉയർന്ന താപനില മൂലം, അതായത് സൂര്യൻ്റെ ചൂട് മൂലമല്ല പടക്കശാലയ്ക്ക് തീപിടിച്ചത് എന്നാണ് അതിൻ്റെ ഒരു കണ്ടെത്തലുകൾ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. തൃശ്ശൂരിലെ വെടിമരുന്ന് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെസോ വിലയിരുത്തൽ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകമാണ്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നു എന്നതും അതിൻ്റെയും പരിശോധന നടന്നു. സ്ഫോടന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 34 പേരാണ്. ഇതുവരെ മോർച്ചറിയിലെത്തിയത് 9 മൃതദേഹങ്ങൾ, 32 ശരീരഭാഗങ്ങൾ. സ്ഥിരീകരിച്ചത് ഇപ്പോൾ എടപ്പാൾ സ്വദേശി ഉൾപ്പെടെ 14 മരണങ്ങൾ. ഇപ്പോൾ നമ്മുടെ മന്ത്രി കെ രാജൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിലൂടെ ദുരിതാശ്വാസ ഫണ്ട് ഓണാവും. അപ്പോൾ ജില്ലയിലെ അടിയന്തര സഹായം എന്ന നിലയിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ സർക്കാർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായിട്ട് 2 ലക്ഷം രൂപയും നൽകും. പരിക്കേറ്റവരെ 6 മാസം കാലത്തേക്ക് സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായ ചിലവും കേരള സർക്കാർ ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. ആവശ്യമായിട്ടുള്ള ഒരു സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തതായിട്ടും മന്ത്രി രാജൻ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ പറയുന്നുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പടക്കം നിർമ്മാണത്തിലും ഉപയോഗത്തിലും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് ഗ്രീൻ ക്രാക്കറുകളുടെ വിൽപ്പന മാത്രമേ അനുവദിക്കാവൂ എന്ന കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ട് ഗ്രീൻ ക്രാക്കറുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു സ്ഫോടനം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഒരു കണ്ടെത്തൽ. അപ്പോൾ ഈ ഒരു ഉത്തരവ് പ്രകാരം വായു നിലവാരം, അതായത് മോഡറേറ്റ് വിഭാഗത്തിന് താഴെയല്ലാത്ത നഗരങ്ങളിൽ, മനസ്സിലായോ, മോഡറേറ്റ് വിഭാഗത്തിന് താഴെയല്ലാത്ത നഗരങ്ങളിൽ ഗ്രീൻ ക്രാക്കറുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഈ ട്രൈബ്യൂണല് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടത്തിക്കോട്ടെ ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊട്ടാസ്യം ക്ലോറേറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രീൻ ക്രാക്കർ മാത്രമേ അനുവദിക്കാവൂ എന്ന NGT ഉത്തരവിന് പുല്ലുവിലയായിരിക്കും കൽപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കളക്ടർക്കും പോലീസിനും ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ തമിഴ്നാട്ടിലെ 22 മരണങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു സംഭവമാണിത്. കേന്ദ്ര സർക്കാർ ഉത്തരവനുസരിച്ചിട്ട് ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് അടങ്ങിയ പടക്കങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ്, അത് അവർ അംഗീകരിച്ച പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഒരു നിയമം, അതിൻ്റെ ലോ. പടക്കം നിർമ്മാണത്തിലും ഉപയോഗത്തിലും പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്
ഇപ്പോൾ ഒരു ലേറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു വിവരം. ഇത് 100% സത്യമാവണമെന്നില്ല. ഈ ഒരു പൊട്ടാസ്യം ക്ലോറേറ്റ് ഓൾറെഡി നിരോധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ നിരോധിക്കപ്പെട്ടതും അതീവ അപകടകരവുമായിട്ടുള്ള ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് കലർന്ന പടക്കങ്ങളാണ് ദുരന്തത്തിന് ആക്കം കൂട്ടിയത് എന്ന ഒരു സംശയം ഉയരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉരസലിലോ ചൂടിലോ പോലും അതിവേഗം പൊട്ടിത്തെറിക്കാൻ കൽപ്പുള്ള ഒരു സ്വഭാവമുള്ള അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഈ ഒരു പൊട്ടാസ്യം ക്ലോറേറ്റിനുള്ളത്. അപ്പോൾ ഈ പടക്കങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കാനും സ്ഫോടനം ഉണ്ടാക്കാനും പ്രധാന കാരണം ഈ പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെ സാന്നിധ്യമാവാനാണ് ഇപ്പോൾ സാധ്യത എന്നാണ് ഒരു കണ്ടെത്തൽ. ഈ മാസം തമിഴ്നാട്ടിൽ 22 പേര് പടക്ക നിർമ്മാണശാലയിൽ വെച്ചിട്ട് കൊല്ലപ്പെടാനിടയായതും ഇതേ കെമിക്കലിൻ്റെ ഒരു സാന്നിധ്യം മൂലമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെടിക്കെട്ട് പുരകളിൽ നിരോധിച്ച രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റ്, അതായത് ജില്ലാ കളക്ടർക്കാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉള്ളത്. അപ്പോൾ സർക്കാർ ഉത്തരവുകൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ജില്ലാ കളക്ടറും പരാജയപ്പെട്ടു എന്നാണ് ഇതുമൂലം നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഉത്സവങ്ങൾക്കിടയിൽ ഇത്തരം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടന്നിട്ടും അധികൃതർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ദുരന്തങ്ങൾക്ക് കാരണമാവുകയാണ്. പൂരങ്ങൾക്കായിട്ടുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ പ്രകാരം ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഒരു സമയപരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ആണെങ്കിൽ 11:55 മുതൽ 12:30 വരെയാണ്. അപ്പോൾ അതുവരെ കർശന നിയന്ത്രണമാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ പോലീസ് ചീഫും ഈ ഉത്തരവുകൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പെസോയുടെ പങ്ക്, അതായത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സൊസൈറ്റി ഓർഗനൈസേഷൻ, അതാണ് പെസോ. ഈ ഒരു സർക്കാർ സ്ഥാപനമാണ് പടക്കങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത്. അപ്പോൾ പെസോയുടെ അംഗീകാരമല്ലാതെ ഒരു പടക്കവും നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ലാത്തതാണ്. നമ്മൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധാരണ പടക്കങ്ങൾ പോലും ഇവരുടെ അനുമതിയോട് കൂടി ഉള്ളതായിരിക്കണം. അപ്പോൾ ഈ മലിനീകരണം കുറഞ്ഞിട്ടുള്ള ഗ്രീൻ ക്രാക്കറുകൾ ആണ് ഇപ്പോൾ പെസോ പ്രോത്സാഹിപ്പിച്ചു വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും കൂടുതൽ സുരക്ഷിതമാണെന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിന് പടക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ ചട്ടങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2016 പുറ്റിങ്ങൽ ദുരന്തം അതുമുതൽ ഇക്കഴിഞ്ഞ അപകടങ്ങൾ വരെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാഠങ്ങൾ പഠിക്കാത്തൊരു സംവിധാനത്തെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറ്റിങ്ങൽ കേസിലെ മെല്ലെപ്പോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. 111 പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ ദുരന്തം നടന്നിട്ട് 10 വർഷം തികയുമ്പോഴും കേസിലെ അന്തിമ വിധി വന്നിട്ടില്ല. അപ്പോൾ ഇത് നീതിന്യായ വ്യവസ്ഥയുടെ മെല്ലെപ്പോക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാത്തത് നിയമലംഘനം നടത്തുന്നവർക്ക് ഒരു വളമാവാണ്, ഒരു ഊർജം കിട്ടുകയാണ് അവർക്ക്. ഇപ്പം ഇത് എന്ത് ചെയ്താലും ഇപ്പം ഇതല്ലേ ഉള്ളൂ ശിക്ഷ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് നാൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാം എന്നുള്ളൊരു ചിന്ത. അപ്പം ഈ പൊതുസമാധാനം, ധാർമ്മികത, പൊതുജനാരോഗ്യം ഇതിനൊക്കെ ഹാനിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങൾ അനുവദിക്കാനാവില്ലെന്ന സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ആയാലും പ്രാദേശിക രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത്തരം ഉത്തരവുകൾ എപ്പോഴും കാറ്റിൽ പറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായി, വലിയൊരു ദുരന്തമുണ്ടായി എന്നൊക്കെ, അപ്പോൾ സർക്കാർ വക നഷ്ടപരിഹാരവും ചികിത്സയും നൽകിയിട്ട് ഗുരുതരമായി പൊള്ളലേറ്റവരെ രക്ഷപ്പെടുത്തുകയും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും പതിവ് പോലെ ഈ ഒരു ദുരന്തം കൂടി അവസാനിക്കും. 10 വർഷം മുമ്പ് കൊല്ലം പുറ്റിങ്ങിൽ 2016 111 പേര് വെന്ത് ചിതറി മരിച്ച കേസിൽ പോലും വിധിയായിട്ടില്ല. അപ്പോൾ ഈ വെടിക്കെട്ട് അപകടങ്ങൾ തടയാൻ നിയമപാലനം ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് അല്ലെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് അതാവുന്നില്ല എന്നുള്ളതാണ് സത്യം.
കുറ്റകൃത്യം നടക്കാതെ തടയാനാണ് ഇവിടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ശ്രമിക്കേണ്ടത്. ഇപ്പോൾ പുറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ ദുരന്തത്തിന് ശേഷം കൊല്ലം ജില്ലാ മജിസ്ട്രേറ്റ് എക്സ്പ്ലോസീവ് ലൈസൻസ് നൽകുന്നില്ല. പക്ഷേ കൊല്ലം ജില്ലയിലെ ഈ വർഷവും നിരവധി ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. അപ്പം ഇത് പരാതിപ്പെട്ടിട്ട് പോലും പോലീസ് മേധാവിമാരോ ജില്ലാ കളക്ടർമാരോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരവർക്ക് സ്വയം നിയന്ത്രണം ഉണ്ടാകാതെ ഈ അപകടങ്ങളോ ഈ മരണങ്ങളെയോ നമുക്ക് തടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ന്യായം ഭരണകൂടങ്ങൾ മുന്നോട്ട് വയ്ക്കും. അത് കൃത്യമായിട്ടുള്ള നീതിയല്ല. പക്ഷേ നമ്മുടെ ഒരു ചോദ്യം ഇതാണ്, ഇത് ആവർത്തിക്കാതിരിക്കാൻ സർക്കാരുകൾക്ക് യഥാർത്ഥ ഇച്ഛാശക്തി ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം പുറ്റിങ്ങൽ ടെമ്പിൾ ഫയർ വർക്ക്സ് ഡിസാസ്റ്ററിന് ശേഷം രൂപപ്പെടുത്തിയ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറുകൾ ഇന്നും കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദുരന്തവും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളത് പഠിക്കാൻ തയ്യാറാവുന്നില്ല. ആചാരം എന്ന പേരിൽ പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ മൊറാലിറ്റി, പബ്ലിക് ഹെൽത്ത് എന്നിവയൊക്കെ അപകടത്തിലാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും നിയമം നടപ്പാക്കേണ്ട IAS IPS ഉദ്യോഗസ്ഥർക്ക് പോലും ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടാത്തത് ഒരു ഗുരുതരമായിട്ടുള്ള ഭരണതല പരാജയമാണ്. ഇത് വെറും അപകടമല്ല, ഇതൊരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമലംഘനമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതിൽ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്ന വിൻസെൻ്റ് പറഞ്ഞത് ഒരു തീകോളം വന്ന് വീണു എന്നുള്ളതാണ്. അനുവാദമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് മാധ്യമപ്രവർത്തകർ വിഷ്വൽ എടുക്കുന്ന രീതി, അതൊക്കെ അനുവദിക്കുന്നത് ആരാണ്? അതൊക്കെ നിയമലംഘനമല്ലേ? ഓരോ അപകടങ്ങൾ വരുമ്പോഴും നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കൈക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരണകൂടം എത്ര പറഞ്ഞിട്ടും ചെവികൊള്ളുന്നില്ല. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഇമാതിരിയുള്ള ഇതേപോലെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് പൂരത്തിന് വെടിക്കെട്ടുണ്ടായിരുന്നില്ല, ആനകളും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പൂരം ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി അത് അതിൻ്റേതായ രീതിയിൽ നടന്നു. പൂരത്തിൻ്റെ ഭംഗി എന്നൊന്നും പറഞ്ഞിട്ട് വരുന്നതിൽ ഈ ഒരു കാര്യത്തിൽ ന്യായീകരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെടിക്കെട്ടില്ലാതെ നമ്മുടെ നാട്ടിൽ എത്രയോ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന ആൾക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. മനുഷ്യൻ്റെ ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ആളെക്കൊല്ലി പരിപാടി അടിയന്തരമായിട്ട് നിരോധിക്കുക തന്നെ വേണം. അന്ന് പുറ്റിങ്ങലിൽ നടന്ന സംഭവത്തിൽ 300ഓളം ആളുകൾക്കാണ് പരിക്കേറ്റത്. ആർക്ക് പോയി? അവരവരുടെ കുടുംബങ്ങൾക്ക് പോകും. അന്നേ ഈ ഒരു പരിപാടി കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചു. പിന്നെയും മെല്ലെ മെല്ലെ വീണ്ടും ഇത് സജീവമായിക്കൊണ്ടിരുന്നു. അടുത്ത വർഷത്തിൽ കുറച്ചും കൂടിയും സൗണ്ട് കൂടി, പിന്നത്തെ വർഷം പിന്നെയും സൗണ്ട് കൂട്ടി, വീണ്ടും പഴയ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി വന്നത്. ആർക്കും ഒരു നേട്ടവും ഇല്ലാത്തൊരു കാര്യമാണ് ഈ വെടിക്കെട്ട്. ഒരു 10 മിനിറ്റ് നേരത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇമാതിരിയുള്ള എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. കരിമരുന്ന് പരിപാടി ജീവിതം മാർഗമായി കൊണ്ട് നടക്കുന്നവർക്ക് മറ്റ് ജീവിത മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണം. മിനിറ്റുകൾ കൊണ്ട് പൊട്ടിത്തീരുന്ന ഈ ഒരു വെടിക്കെട്ട് ഐറ്റത്തിൻ്റെ ലക്ഷ്യം കണ്ടും കേട്ടും നിൽക്കുന്നവൻ്റെ ആത്മനിർവൃതി മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. എത്രയും വേഗം നിരോധിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ ജോലി കൃത്യമായിട്ട് പാലിക്കാൻ തയ്യാറാവണം. അതും ഇല്ലാത്തടത്തോളം കാലം ഈ ഒരു വെടിക്കെട്ട് എത്രയും വേഗം നിരോധിക്കാൻ തന്നെയാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.